പാഴ ഫ്രീ ആയിട്ട് മുകളിൽ നോർത്തിട്ടിട്ടാണ്, 2 ഭാഗമായിട്ട് മടക്കിയിട്ടിട്ടാണ്. ഇത് എന്താ വെച്ചാൽ പിന്നെ അതിൽ പിന്നെ ഫസ്റ്റിലുള്ളത് ഒരു വെള്ള തുണി, പച്ചക്കരോട് കൂടിയിട്ടുള്ള വെള്ള തുണി പച്ചക്കരോട് കൂടില്ല. അതിൻ്റെ മുകളിൽ ഒരു പിന്നെ പട്ട്, അതായത് പട്ടിൻ്റെ കളറ് പിങ്ക് കളറിലുള്ള ഒരു പട്ട്, അതിൻ്റെ മുകളിൽ വേറൊരു തുണി. ഇത് വെച്ചിട്ടാണ് സാധനങ്ങൾ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും അടിയിൽ ഈ പെട്ടിൻ്റെ മുകളിലുണ്ടാകുന്ന, അതായത് ബോഡിൻ്റെ പെട്ടിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു തുണിയുണ്ട്, സിൽക്കിൻ്റെ തുണിയാണ്. ആ തുണിയാണ് അതിൽ ആണികളുണ്ട്, ആ സിൽക്കിനോട് ചേർന്നുകൊണ്ട് ആണികളുണ്ട്. പെട്ടി പൂർണ്ണമായിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും പെട്ടി ദ്രവിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിൽ നല്ല രീതിയിൽ നോക്കിയ സമയത്ത് അതിൽ 6 പല്ല് കിട്ടിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൻ്റെ മുട്ടിൻ്റെ മേലുള്ള ഒരു എല്ലും അതോടൊപ്പം തന്നെ വലത്തെ കാലിൻ്റെ ഒരു എല്ലും പിന്നെ അവർ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് പൂർണ്ണമായിട്ടും നഷ്ടമായിരിയാണ് കാണുന്നത്. നഷ്ടമായിരി എന്ന് പറഞ്ഞാൽ അതല്ല, ഏതാണ്ട് അവർ പറയുന്നത് ഒരു 20 വർഷം പഴക്കമുണ്ടാവുമെന്നാണ് പറയുന്നത്. അറിയില്ല ഇതിനെ പറ്റി, ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തായാലും പൂർണ്ണമായിട്ട് ഒരു 4-5 അസ്ഥികൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതോടൊപ്പം തലോട്ടി പൂർണ്ണമായിട്ടും ഒരു പൊട്ടിയ മാതിരിയാണ്. അതോടൊപ്പം അതിൽ 6 പല്ലുകൾ മാത്രം അതിന് ഞാൻ അത് പിന്നെ പാഴ മുകളിൽ നോർത്തിയിട്ടിട്ട് ഒരു സംശയം പ്രകടിപ്പിച്ച ഇതിന്റെ മുകളിലാണ് ഈ സാധനങ്ങളൊക്കെ. അതെ 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 മറിയാമ്മൻ്റെതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ. 6 പല്ല്, തലഭാഗം തലോട്ടി പൊട്ടിയ മാതിരി, പിന്നെ 2 കൊന്തുണ്ട്. അതോടൊപ്പം പിന്നെ കയ്യിൻ്റെ 2 അസ്ഥികൾ കാണുന്നുണ്ട്, ഈ കാലിൻ്റെ ഒരു അസ്ഥിയും കാണുന്നുണ്ട്, മറിച്ചൊന്നും കാണുന്നില്ല. പായൽ പൊതിഞ്ഞതിൽ ഞാൻ പറഞ്ഞു, പായൽ പൊതിഞ്ഞതിൽ ആണ്, പാഴ പൊതിഞ്ഞിട്ടില്ല, പാഴ മുകളിൽ അതായത് മടക്കിയിട്ടിട്ട് മാത്രമേ ഉള്ളൂ, പായ പൊതി മടക്കിയിട്ട മാതിരിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ട്, പട്ടുതുണി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അതായത് ആദ്യം 2006 അടക്കം ചെയ്തതിന്റെ മുകളിൽ പായം അടക്കിയിട്ടു, അതിന് മുകളിൽ ജെയിംസിന്റെ സംസ്കരിച്ചു അല്ല, സൈഡില രണ്ട് ഭാഗത്തായിട്ടാണ്, 2 ഭാഗത്തായിട്ട് ചെറിയ കല്ലറയിൽ ഏതാണ്ട് 4 ഫുട്ട് വരുന്ന കല്ലറയിൽ ആദ്യം മറിയാമൻ്റെത്, അതിന്റെ തൊട്ടടുത്ത് ജെയിംസിൻ്റെതാണ്. മണ്ണിന്റെ ഘടന ഏറ്റവും അടിയിൽ സിമെന്റ് ഇട്ടിട്ടുള്ള ഒരിതാണ്. അതായത് ഇതിന്റെ 4 ഭാഗവും സിമെന്റാണ്. പിന്നെ ഏറ്റവും മുകളിലാണ് സ്ലാബ് ഉള്ളത്. അപ്പോൾ ഈ അടിയിൽ ഞങ്ങൾ അപ്പോൾ ആരോ ഒരു സംശയം പറഞ്ഞപ്പോൾ, 3ാമത്തെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അടിയിൽ കുത്തി നോക്കിയപ്പോൾ സിമെന്റിൽ കോൺക്രീറ്റ് ഇട്ട ഒരു ഏരിയ ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടിയിൽ മണ്ണാണ് ഇത് കാണിക്കാൻ, കോൺക്രീറ്റ് ആണ്. പിന്നെ മറ്റേത് 2 ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. 2ലും പിന്നെ ഒന്നിന് പൂർണ്ണമായിട്ട് അസ്ഥികളുണ്ട്. അസ്ഥികന്റെ മറിയാമൻ്റെ ജെയിംസിൻ്റെ പൂർണ്ണമായിട്ടും അസ്ഥികളുണ്ട്. അതെന്താ ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നൊരു ബോഡിയാണ്. അതിന് പ്ലാസ്റ്റിക് സീറ്റിലാണ് അതുള്ളത് പ്ലാസ്റ്റിക് സീറ്റുള്ളത്. അത് കൊല്ലമൊന്നും നമുക്കറിയില്ല, അത് സീറ്റുള്ളത്. മറിയാമൻ്റെത് സാധാരണ തുണിയിൽ മാത്രമാണ് ഇത് കാണുന്നത്, തുണിയിൽ മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.